ഹായ്, നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓർഗനോജെനസിസ് ഇൻ പ്ലാന്റ്സ് ആണ്. അതിൽ നമ്മൾ റൂട്ടിൻ്റെ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് നടക്കുന്നത്, റൂട്ട് അപ്പിക്കൽ മെരിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ എന്തൊക്കെയാണ്, എന്തൊക്കെ ടൈപ്പ് ഓഫ് സെല്ലുകളാണ് അവിടെ ഉള്ളത്, ഏതൊക്കെ ജീൻസാണ് ഈ സെല്ലുകളെ ആക്ടിവേറ്റ് ചെയ്യിക്കുന്നത്, ആൻഡ് ജനറൽ ഒരു റൂട്ട് എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ ലെയേഴ്സും സോൺസും നമുക്ക് കാണാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ റൂട്ട് എടുക്കുവാണെങ്കിൽ റൂട്ടിന് കോൺസെൻട്രിക് ലെയേഴ്സായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. റൂട്ട് എടുക്കുവാണെങ്കിൽ റൂട്ട് സീരീസ് ഓഫ് കോൺസെൻട്രിക് ലെയേഴ്സായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ റേഡിയൽ അറേഞ്ച്മെൻറ്റ് നമ്മൾ എടുക്കുവാണെങ്കിൽ ഏറ്റവും ഔട്ടർ ഉള്ള ലെയർ എപ്പിഡെർമിസ് അല്ലെങ്കിൽ എപ്പിബ്ലമ പ്രസൻ്റ് ആണ്. പിന്നെ അത് കഴിഞ്ഞ് കോർട്ടിക്കൽ റീജിയൻ പ്രസൻ്റ് ആണ്. അതിന് ഇൻസൈഡായിട്ട് എൻഡോഡെർമിസ് ആൻഡ് പെരിസൈക്കിൾ ലെയേഴ്സ് പ്രസൻ്റ് ആയിരിക്കും. ആൻഡ് സെൻറ്ററിൽ ഒരു വാസ്കുലർ കോറ് പ്രസൻ്റ് ആയിരിക്കും. അപ്പോൾ റൂട്ടിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ലെയേഴ്സ് എടുക്കുവാണെങ്കിൽ ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ലെയേഴ്സ്. ഏറ്റവും ഔട്ടറായിട്ടുള്ള എപ്പിഡെർമിസ് അല്ലെങ്കിൽ എപ്പിബ്ലമ പ്രസൻ്റ് ആണ്. അതിനകത്തായിട്ട് കോർട്ടിക്കൽ റീജിയൻ പ്രസൻ്റ് ആണ്. പിന്നെ എൻഡോഡെർമിസ്, ഇവിടെ റെഡ് കളറിൽ കാണിക്കുന്ന എൻഡോഡെർമിസ് പ്രസൻ്റ് ആണ്. എൻഡോഡെർമൽ ലെയേഴ്സിൻ്റെ അകത്തായിട്ട് പെരിസൈക്കിൾ ലെയേഴ്സ് പ്രസൻ്റ് ആണ്. ആൻഡ് സെൻട്രലി ഒരു വാസ്കുലർ കോറും പ്രസൻ്റ് ആയിരിക്കും. ഇനി നമ്മൾ റൂട്ട് ലോങ്ജിറ്റ്യൂഡിനൽ ആക്സിസിൽ എടുക്കുവാണെങ്കിൽ അത് ഡിഫറെൻറ്റ് സോൺസ് ആയിട്ട് ഓർഗനൈസ്ഡ് ആണ്. അപ്പോൾ റൂട്ട് എലോങ് ദ ലെങ്ത്ത് നമ്മൾ എടുക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ലോങ്ജിറ്റ്യൂഡിനൽ ആക്സിസിൽ എടുക്കുവാണെങ്കിൽ സെവറൽ മോർഫോളജിക്കൽ സോൺസ് ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ റൂട്ടിൻ്റെ ഏറ്റവും ഡിസ്റ്റൽ കാണുന്ന പാർട്ടാണ് റൂട്ട് ക്യാപ്പ്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റൂട്ട് അപ്പിക്കൽ മെരിസ്റ്റവും ഷൂട്ട് അപ്പിക്കൽ മെരിസ്റ്റവും തമ്മിൽ രണ്ട് പ്രധാനപ്പെട്ട ഡിഫറൻസ് ആണ് ഉള്ളത്. ഒന്ന്, ഈ ഒരു അപ്പിക്കൽ മെരിസ്റ്റത്തിന് പുറത്തായിട്ടും റൂട്ടിലെ സെല്ലുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് റൂട്ട് ക്യാപ്പ്. ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഗ്രോത്ത് ഡിഫറെൻറ്റ് സെക്ഷൻസ് ആയിട്ടോ ഡിവൈഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ രണ്ട് വ്യത്യാസമാണ് റൂട്ട് അപ്പിക്കൽ മെരിസ്റ്റവും ഷൂട്ട് അപ്പിക്കൽ മെരിസ്റ്റവും തമ്മിൽ ഉള്ളത്. ആൻഡ് ലോങ്ജിറ്റ്യൂഡിനൽ ആക്സിസിൽ നമ്മൾ റൂട്ടിനെ എടുക്കുകയാണെങ്കിൽ ഡിഫറെൻറ്റ് സോൺസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഏറ്റവും ടിപ്പിൽ റൂട്ടിനെ കാണാൻ പറ്റുന്ന പോർഷനെയാണ് നമ്മൾ റൂട്ട് ക്യാപ്പ് എന്ന് വിളിക്കുന്നത്. റൂട്ട് ക്യാപ്പിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഈ റൂട്ട് താഴോട്ട് മണ്ണിൻ്റെ അടിയിലോട്ട് മൂവ് ചെയ്യുന്നതനുസരിച്ച് ഈ റൂട്ട് അപ്പിക്കൽ മെരിസ്റ്റം റീജിയനെ പ്രൊട്ടക്റ്റ് ചെയ്യലാണ് ഈ റൂട്ട് ക്യാപ്പിൻ്റെ ഫങ്ഷൻ. ആൻഡ് കണ്ടിന്യൂസ്ലി ഈ റൂട്ട് അപ്പിക്കൽ മെരിസ്റ്റത്തിൻ്റെ സെൽസ് ഈ റൂട്ട് ക്യാപ്പിനെ റിപ്ലനിഷ് ചെയ്തുകൊണ്ട് ഇരിക്കും. അത് കഴിഞ്ഞിട്ട് റൂട്ട് ക്യാപ്പിന് ശേഷം കാണുന്ന സോണിനെയാണ് റൂട്ട് അപ്പിക്കൽ മെരിസ്റ്റം അല്ലെങ്കിൽ സോൺ ഓഫ് സെൽ ഡിവിഷൻ ആൻഡ് പ്രോലിഫറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റൂട്ട് ക്യാപ്പ് കഴിഞ്ഞിട്ട് കാണുന്ന റീജിയനാണ് സോൺ ഓഫ് സെൽ ഡിവിഷൻ എന്ന് പറയുന്നത്. അവിടെയാണ് നമുക്ക് റൂട്ട് അപ്പിക്കൽ മെരിസ്റ്റം കാണാൻ പറ്റുന്നത്. ഇനി ഈ റൂട്ട് അപ്പിക്കൽ മെരിസ്റ്റത്തിന് ശേഷം തൊട്ട് മുകളിലായിട്ട് കാണുന്നതാണ് ഇലോങ്ങേഷൻ സോൺ അല്ലെങ്കിൽ സോൺ ഓഫ് സെൽ ഇലോങ്ങേഷൻ. ആൻഡ് സോൺ ഓഫ് സെൽ ഇലോങ്ങേഷന് തൊട്ട് മുകളിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന സോണാണ് സോൺ ഓഫ് സെൽ ഡിഫറൻസിയേഷൻ. ഇവിടെ എത്തുമ്പോഴാണ് സെല്ലിൻ്റെ ഡിഫറൻസിയേഷൻ നടക്കുന്നത്. ആൻഡ് നമുക്ക് സോൺ ഓഫ് ഇലോങ്ങേഷനും സോൺ ഓഫ് ഡിഫറൻസിയേഷനും തമ്മിൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ സോൺ ഓഫ് സെൽ ഡിഫറൻസിയേഷനിലാണ് നമുക്ക് റൂട്ട് ഹെയേഴ്സ് കാണാൻ പറ്റുന്നത്. അപ്പോൾ റൂട്ട് റീജിയൻ എടുത്തു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ലെയേഴ്സായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് എലോങ് ദ ലോങ്ജിറ്റ്യൂഡിനൽ ആക്സിസ് ഡിഫറെൻറ്റ് സോൺസ് ആയിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 3 സോണുകളാണുള്ളത്. ഏറ്റവും പുറമേ റൂട്ട് ക്യാപ്പ് കാണാം. അതിനുശേഷം റൂട്ട് അപ്പിക്കൽ മെരിസ്റ്റം അല്ലെങ്കിൽ സോൺ ഓഫ് സെൽ ഡിവിഷൻ, സോൺ ഓഫ് സെൽ ഇലോങ്ങേഷൻ ആൻഡ് സോൺ ഓഫ് സെൽ
ഡിഫറൻഷിയേഷൻ. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സെൽസ് ഈ റൂട്ട് അപ്പിക്കൽ മെരിസ്റ്റത്തിൽ ഉള്ളത്, എങ്ങനെയാണ് ഈ സെല്ലുകൾ അറേഞ്ച് ചെയ്തേക്കുന്നത്. ഈ കാര്യമാണ് നമ്മൾ അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റൂട്ട് അപ്പിക്കൽ മെരിസ്റ്റത്തിൻ്റെ ബേസിൽ ഒരു പ്രോമെരിസ്റ്റം പ്രസൻ്റ് ആണ്. ആൻഡ് ഈ പ്രോമെരിസ്റ്റത്തിൻ്റെ അറേഞ്ച്മെൻറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ 3 ടയറായിട്ടാണ് അവിടെ ഇനീഷ്യൽ സെൽസ് അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ റൂട്ട് അപ്പിക്കൽ മെരിസ്റ്റത്തിൻ്റെ ബേസിൽ ഒരു പ്രോമെരിസ്റ്റം പ്രസൻ്റ് ആണ്. ആൻഡ് ഈ പ്രോമെരിസ്റ്റത്തിൻ്റെ സെൽസിൻ്റെ അറേഞ്ച്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ 3 ടയേഴ്സായിട്ടാണ് അല്ലെങ്കിൽ 3 ലെയേഴ്സ് ആയിട്ടാണ് ഇവിടെ ഇനീഷ്യൽ സെൽസ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ആൻഡ് ഈ 3 ടയർ ഓഫ് സെൽസാണ് റൂട്ടിൻ്റെ റേഡിയൽ പാറ്റേൺസും റൂട്ട് ക്യാപ്പും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 3 ടയർ ഓഫ് സെൽസാണ് റൂട്ടിൻ്റെ ബാക്കിയുള്ള എല്ലാ സെല്ലുകളെയും റൂട്ട് ക്യാപ്പിനെയും പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ റൂട്ട് അപ്പിക്കൽ മെരിസ്റ്റത്തിൻ്റെ ബേസിലായിട്ട് പ്രോമെരിസ്റ്റം പ്രസൻ്റ് ആണ്. ആൻഡ് ഇവിടെ ഈ കളർ കൊടുത്ത് വെക്കുന്ന റീജിയനെയാണ് നമ്മൾ പ്രോമെരിസ്റ്റം എന്ന് പറയുന്നത്. ആൻഡ് പ്രോമെരിസ്റ്റത്തിൽ കണ്ടോ 3 ടയറായിട്ടാണ് ഇനീഷ്യൽ സെൽസ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇവിടെ നമുക്ക് 3 ലെയേഴ്സ് കാണാൻ പറ്റും. ഏറ്റവും താഴെ ലെയറിൽ ലൈറ്റ് യെല്ലോവും ഡാർക്ക് യെല്ലോവും ഷെയ്ഡിലുള്ള സെൽസ് ഉണ്ട്. മിഡിൽ ലെയറിൽ ഗ്രീൻ കളറിൽ 2 സെല്ല് സെൻറ്ററിലും സൈഡിലായിട്ട് ഗ്രീൻ കളർ സെല്ലും. ആൻഡ് ഏറ്റവും അപ്പർ ലെയറിൽ ബ്ലൂ കളർ അല്ലെങ്കിൽ അക്വ കളർ സെൽസും പ്രസൻ്റ് ആണ്. അപ്പോൾ 3 ടയർ ഓഫ് സെൽസ് ഇനീഷ്യൽസ് ആയിട്ടാണ് ഈ പ്രോമെരിസ്റ്റത്തിലെ സെൽസ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ ഓരോ ലെയറിലെയും സ്ട്രക്ചർ എടുക്കുകയാണെങ്കിൽ ഏറ്റവും ലോവർ ലെയർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സെൻറ്ററിൽ 12 സെൽസ് പ്രസൻ്റ് ആണ്. ആൻഡ് ഈ സെൽസിനെയാണ് നമ്മൾ കോളുമെല്ല ഇനീഷ്യൽസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ലോവർ ടയർ ഓഫ് സെൽസ് എടുക്കുകയാണെങ്കിൽ അതിൽ സെൻട്രൽ റീജിയനിൽ 12 സെൽസ് പ്രസൻ്റ് ആണ്. ആൻഡ് ഈ 12 സെൽസിനെയാണ് നമ്മൾ കോളുമെല്ല ഇനീഷ്യൽസ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഈ സെൽസിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവർ റൂട്ട് ക്യാപ്പും കോളുമെല്ലയും ഗീവ് റൈസ് ചെയ്യും. ഇനി ഈ കോളുമെല്ല ഇനീഷ്യൽസിന് സറൗണ്ട് ചെയ്തുകൊണ്ട് 16 സെൽസ് പ്രസൻ്റ് ആണ്. ആൻഡ് ഈ 16 സെൽസാണ് ലാറ്ററൽ റൂട്ട് ക്യാപ്പും പിന്നെ ഔട്ടർ ലെയേഴ്സ് ഓഫ് റൂട്ട് എപ്പിഡെർമിസ് അല്ലെങ്കിൽ എപ്പിബ്ലമ്മ ഗീവ് റൈസ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ലോവർ ടയർ ഓഫ് സെൽസ് എടുക്കുകയാണെങ്കിൽ 12 സെൽസ് നടുക്ക് കാണാൻ പറ്റും. അവരെ നമ്മൾ കോളുമെല്ല ഇനീഷ്യൽസ് എന്ന് വിളിക്കും. ആൻഡ് ഈ കോളുമെല്ല ഇനീഷ്യൽസിൽ നിന്നാണ് റൂട്ട് ക്യാപ്പും കോളുമെല്ലയും ഗീവ് റൈസ് ചെയ്യുന്നത്. ആൻഡ് ഈ കോളുമെല്ല ഇനീഷ്യൽസിനെ സറൗണ്ട് ചെയ്ത് 16 സെൽസ് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഈ സെൽസാണ് ലാറ്ററൽ റൂട്ട് ക്യാപ്പും പിന്നെ എപ്പിഡെർമിസ് ഏറ്റവും ഔട്ടർ ലെയർ ഓഫ് റൂട്ടും ഗീവ് റൈസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വണ്ണാണ് മിഡിൽ ടയർ ഓഫ് സെൽസ്. മിഡിൽ ടയറിലും ഇങ്ങനെ 2 ലെയറായിട്ടാണ് സെല്ല് അറേഞ്ച് ചെയ്തേക്കുന്നത്. സെൻട്രലിൽ ഒരു ടൈപ്പ് ഓഫ് സെൽസ് കാണും. അതിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് വേറൊരു ടൈപ്പ് ഓഫ് സെൽസ് പ്രസൻ്റ് ആയിരിക്കും. അപ്പോൾ സെൻറ്ററിൽ നമുക്ക് 4 ലാർജ് സെൽസാണ് മിഡിൽ ടയറിൽ കാണാൻ പറ്റുന്നത്. ആൻഡ് ഈ 4 ലാർജ് സെൽസിനെയാണ് നമ്മൾ ക്വിസൻറ്റ് സെൻറ്റർ എന്ന് വിളിക്കുന്നത്. ആൻഡ് ഈ ക്വിസൻറ്റ് സെൻറ്ററിലാണ് നമ്മുടെ റൂട്ട് അപ്പിക്കൽ മെരിസ്റ്റത്തിൻ്റെ സ്റ്റെം സെൽസ് പ്രസൻ്റ് ആയിട്ടുള്ളത്. അപ്പം മിഡിൽ ടയർ എടുക്കുകയാണെങ്കിൽ 4 ലാർജ് സെൽസ് സെൻറ്ററിൽ പ്രസൻ്റ് ആണ്. ആൻഡ് ഈ 4 ലാർജ് സെൽസിനെയാണ് ക്വിസൻറ്റ് സെൻറ്റർ എന്ന് വിളിക്കുന്നത്. ആൻഡ് ഈ ക്വിസൻറ്റ് സെൻറ്ററിലാണ് റൂട്ട് അപ്പിക്കൽ മെരിസ്റ്റത്തിൻ്റെ സ്റ്റെം സെൽസ് പ്രസൻ്റ് ആയിട്ടുള്ളത്. ആൻഡ് ഈ 4 സെല്ലിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് ഒരു റിങ് ഓഫ് 8 സെൽസ് പ്രസൻ്റ് ആണ്. ഈ 8 സെൽസാണ്
എൻഡോഡെർമൽ ആൻഡ് കോർട്ടിക്കൽ ഇനീഷ്യൽസ് എന്ന് വിളിക്കുന്നത്. ഈ സെൽസാണ് എൻഡോഡെർമിസും കോർട്ടെക്സും ഗീവ് റൈസ് ചെയ്യുന്നത്. അപ്പോൾ മിഡിൽ ലെയറിലും 2 ടൈപ്പ് ഓഫ് സെൽസ് കാണാൻ പറ്റും. സെൻറ്ററിൽ കാണുന്ന സെൽസിനെയാണ് ക്വിസൻറ്റ് സെൻറ്റർ എന്ന് വിളിക്കുന്നത്. അതിലാണ് റൂട്ട് അപ്പിക്കൽ മെരിസ്റ്റത്തിൻ്റെ സെൽസ് പ്രസൻ്റ് ആയിട്ടുള്ളത്. ആൻഡ് ക്വിസൻറ്റ് സെൻറ്ററിന് സറൗണ്ട് ചെയ്ത് ഒരു റിംഗ് ഓഫ് 8 സെൽസ് പ്രസൻ്റ് ആണ്. ആൻഡ് ഈ റിംഗ് ഓഫ് സെൽസ് ആണ് എൻഡോഡെർമൽ അല്ലെങ്കിൽ കോർട്ടിക്കൽ ഇനീഷ്യൽസ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ പേര് സജസ്റ്റ് ചെയ്യുന്ന പോലെ ഈ 8 സെൽസിൽ നിന്നാണ് എൻഡോഡെർമിസും കോർട്ടെക്സും ഫോം ചെയ്യുന്നത്. ഇനി കമ്മിങ് ടു അപ്പർ ടയറിൽ ഉള്ള സെൽസിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ അവർ പെരിസൈക്കിളും വാസ്കുലർ ബണ്ടിൽസും ഗീവ് റൈസ് ചെയ്യും. അപ്പോൾ ഈ റൂട്ട് അപ്പിക്കൽ മെരിസ്റ്റത്തിൻ്റെ ഏറ്റവും ലോവർ റീജിയനിലാണ് നമുക്ക് പ്രോമെരിസ്റ്റം കാണാൻ പറ്റുന്നത്. ആൻഡ് പ്രോമെരിസ്റ്റത്തിലെ ഇനീഷ്യൽ സെൽസ് 3 ടയേഴ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ആൻഡ് ഈ ഓരോ ടയറും റൂട്ടിൻ്റെ ഓരോ ഭാഗങ്ങളാണ് ഗീവ് റൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും 3 ടയറായിട്ട് കളർ കൊടുത്തേക്കുന്നതാണ് പ്രോമെരിസ്റ്റത്തിന് 3 ഇനീഷ്യൽ ലെയേഴ്സ് എന്ന് പറയുന്നത്. അതിൽ ലോവർ ലെയേഴ്സിൽ സെൻട്രൽ പോർഷൻ അതിൽ യെല്ലോ കളറിൽ കാണുന്നതാണ് കോളുമെല്ല ഇനീഷ്യൽസ് എന്ന് പറയുന്നത്. അവർ കോളുമെല്ലയും റൂട്ട് ക്യാപ്പും ഗീവ് റൈസ് ചെയ്യും. ഇനി ഈ കോളുമെല്ല ഇനീഷ്യൽസിനെ സറൗണ്ട് ചെയ്ത് കാണുന്നതാണ് എപ്പിഡെർമിസ് അല്ലെങ്കിൽ ലാറ്ററൽ റൂട്ട് ക്യാപ്പ് ഇനീഷ്യൽസ്. അത് ഒരു ഡാർക്ക് യെല്ലോ കളറിൽ കൊടുത്തിട്ടുണ്ട്. അവരാണ് ഈ ഒരു ലാറ്ററൽ റൂട്ട് ക്യാപ്പും എപ്പിബ്ലമയും ഗീവ് റൈസ് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് ടയറിൽ നടുക്കായിട്ട് ഗ്രീൻ കളറിൽ കൊടുത്തേക്കുന്ന 4 സെൽസാണ് ക്വിസൻറ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. അവിടെയാണ് റൂട്ട് അപ്പിക്കൽ മെരിസ്റ്റത്തിൻ്റെ സ്റ്റെം സെൽസ് ഇരിക്കുന്നത്. ആൻഡ് അതിന് സറൗണ്ട് ചെയ്യുന്ന ഒരു റിംഗ് ഓഫ് സെൽസ് പ്രസൻ്റ് ആണ്. അതാണ് ഇവിടെ പച്ച കളറിൽ കൊടുത്തേക്കുന്നത്. അതാണ് കോർട്ടെക്സും എൻഡോഡെർമിസും ഗീവ് റൈസ് ചെയ്യുന്നത്. ആൻഡ് ഈ അപ്പർ ടയറിലുള്ള സെൽസാണ് വാസ്കുലർ ഇനീഷ്യൽസ്. അവർ പെരിസൈക്കിളും വാസ്കുലർ സെൽസും ഗീവ് റൈസ് ചെയ്യും. അപ്പോൾ റൂട്ട് അപ്പിക്കൽ മെരിസ്റ്റത്തിൻ്റെ സെല്ലുകളുടെ ജനറൽ ഓർഗനൈസേഷൻ ഇതാണ്. ആൻഡ് ഇവർ ഓരോ ലെയറുകൾ ഗീവ് റൈസ് ചെയ്യുന്ന എന്തൊക്കെയാണെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി നമുക്ക് നോക്കാം ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ജീൻസ് എന്തൊക്കെയാണെന്ന്. അപ്പോൾ റൂട്ട് അപ്പിക്കൽ മെരിസ്റ്റത്തിൽ റോൾ പ്ലേ ചെയ്യുന്ന ഒരു 3-4 ജീൻസുകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഡെവലപ്മെൻറ്റ് സമയത്ത് അല്ലെങ്കിൽ റൂട്ട് ഡെവലപ്മെൻറ്റ് സമയത്ത് പ്രധാനപ്പെട്ട ഒരു റോള് പ്ലേ ചെയ്യുന്ന ഒരു ഇൻട്രാക്ഷനാണ് സെൽ ടു സെൽ ഇൻട്രാക്ഷൻസ് അല്ലെങ്കിൽ സെൽ ടു സെൽ സിഗ്നലിംഗ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഡെവലപ്മെൻറ്റ് സമയത്തും സെൽ ടു സെൽ ഇൻട്രാക്ഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് റോള് പ്ലേ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ റൂട്ട് ഡെവലപ്മെൻറ്റിലും ഈ സെൽ സെൽ ഇൻട്രാക്ഷൻസ് അല്ലെങ്കിൽ സെൽ സെൽ സിഗ്നലിംഗ് ഒരു ഇമ്പോർട്ടൻറ്റ് റോള് പ്ലേ ചെയ്യുന്നുണ്ട്. ആൻഡ് നമ്മൾ ചില ഗ്രൂപ്പ് ഓഫ് സെൽസിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെൽ സെൽ ഇൻട്രാക്ഷൻ്റെ ഫലമായിട്ട് അവർ വീണ്ടും ഉണ്ടായി വരാൻ സാധ്യതയുണ്ട്. ആൻഡ് അത് കൂടാണ്ട് തന്നെ ഇവിടെ ഡോട്ടർ സെൽസ് ഇവരുടെ ഇനീഷ്യൽസിന് ചില സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യും. ആൻഡ് ഈ സിഗ്നൽസാണ് ആ ഇനീഷ്യൽ സെൽസിൻ്റെ പൊട്ടൻസീനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ സെൽ ടു സെൽ ഇൻട്രാക്ഷൻസ് റൂട്ട് ഡെവലപ്മെൻറ്റിൽ ഒരു ഇമ്പോർട്ടൻറ്റ് റോള് പ്ലേ ചെയ്യുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് നമ്മൾ സെക്കൻഡ് ടയറിൽ പുറത്ത് കാണുന്ന ഇനീഷ്യൽസ്, അതായത് എൻഡോഡെർമൽ ആൻഡ് കോർട്ടിക്കൽ ഇനീഷ്യൽസ്. ആ ഇനീഷ്യൽസിൽ ആക്ട് ചെയ്യുന്ന കുറച്ച് ജീനുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ പ്രധാനപ്പെട്ട 2 ജീനുകളാണ് സ്കെയർ ക്രോ ആൻഡ് ഷോർട്ട് റൂട്ട് ജീൻസ്. അപ്പോൾ ഈ എൻഡോഡെർമൽ ആൻഡ് കോർട്ടിക്കൽ ഇനീഷ്യൽസിൽ ആക്ട് ചെയ്യുന്ന ഒരു ജീൻ ഗ്രൂപ്പാണ് സ്കെയർ ക്രൂ ജീൻ ആൻഡ് ഷോർട്ട് റൂട്ട് ജീൻ.
ആൻഡ് ഇവരുടെ രണ്ടുപേരുടെയും ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ആ റൂട്ടിന് ഡിവൈഡിങ് സെൽസിൻ്റെ അസിമെട്രി മെയിൻറ്റെയിൻ ചെയ്യും. അതായത് ഈ ഒരു സ്കെയർ ക്രോ അല്ലെങ്കിൽ ഷോർട്ട് റൂട്ടിൽ എന്തെങ്കിലും മ്യൂട്ടേഷൻ നടന്നു കഴിഞ്ഞാൽ ഐദർ എൻഡോഡെർമൽ ലെയർ ആബ്സെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ കോർട്ടിക്കൽ ലെയർ ആബ്സെൻ്റ് ആയിരിക്കും. ഏതെങ്കിലും ഒരു സിംഗിൾ ലെയർ ഓഫ് സെൽസേ പ്രസൻ്റ് ആയിരിക്കുള്ളൂ. ബോത്ത് എൻഡോഡെർമിസിനും കോർട്ടെക്സിനും പകരം ഏതെങ്കിലും ഒരു ലെയർ ഓഫ് സെൽസ് മാത്രമേ ഈ രണ്ട് ജീനിൽ മ്യൂട്ടേഷൻ നടന്നു കഴിഞ്ഞാൽ ആ റൂട്ടിൽ ഉണ്ടായി വരികയുള്ളൂ. അപ്പോൾ സ്കെയർ ക്രോയും ഷോർട്ട് റൂട്ടും ആ റൂട്ടിൻ്റെ അസിമെട്രി ഓഫ് ഡിവൈഡിങ് സെൽസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് ജീൻസാണ്. അപ്പോൾ ഇവരിൽ എന്തെങ്കിലും മ്യൂട്ടേഷൻ നടന്നു കഴിഞ്ഞാൽ ബോത്ത് എൻഡോഡെർമിസും കോർട്ടെക്സും ഫോം ചെയ്യുന്നതിന് പകരം ഏതെങ്കിലും ഒരു ലെയർ മാത്രമേ ഫോം ചെയ്യുള്ളൂ ആ റൂട്ടിൽ. അപ്പോൾ ഷോർട്ട് റൂട്ട് മ്യൂട്ടൻ്റ് ആണ് ഒരു പ്ലാന്റ് എങ്കിൽ അവിടെ ഈ ഡോട്ടർ സെൽസ് ഡിവൈഡ് ചെയ്യൽ നടക്കില്ല. ആൻഡ് അതിൻ്റെ ഫലമായിട്ട് ഈ ഷോർട്ട് റൂട്ട് മ്യൂട്ടൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സിൽ എൻഡോഡെർമിസ് ആബ്സെൻ്റ് ആയിരിക്കും, കോർട്ടെക്സ് പ്രസൻ്റ് ആയിരിക്കും. നമ്മൾ പറഞ്ഞു ഈ സ്കെയർ ക്രോ അല്ലെങ്കിൽ ഷോർട്ട് റൂട്ട് മ്യൂട്ടേഷൻസിൻ്റെ ഫലമായിട്ട് ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് സെൽസേ ഫോം ചെയ്യുള്ളൂ. അപ്പോൾ ഷോർട്ട് റൂട്ട് മ്യൂട്ടേഷൻ ഉള്ള പ്ലാന്റ്സ് ആണെങ്കിൽ അവിടെ എൻഡോഡെർമിസ് ആബ്സെൻ്റ് ആയിരിക്കും, കോർട്ടെക്സ് മാത്രമേ ഫോം ചെയ്യുള്ളൂ. ഇനി സ്കെയർ ക്രോ മ്യൂട്ടൻസ് ആണെങ്കിൽ അവിടെ ഈ എൻഡോഡെർമിസിൻ്റെയും കോർട്ടെക്സിൻ്റെയും രണ്ടിൻ്റെയും പ്രോപ്പർട്ടി ഉള്ള ഒരു ഇൻ്റർമീഡിയറ്റ് ലൈൻ ഓഫ് സെൽസ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. അപ്പോൾ സ്കെയർ ക്രോ മ്യൂട്ടൻസിൽ ഒരു സിംഗിൾ ലൈൻ ഓഫ് സെൽസ്, സിംഗിൾ ഫൈൽ ഓഫ് സെൽസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ഈ സിംഗിൾ ലൈൻ ഓർ ലെയർ ഓഫ് സെൽസ് എടുത്തു കഴിഞ്ഞാൽ അവരുടെ ക്യാരക്ടർ ഈ എൻഡോഡെർമിസിനും കോർട്ടെക്സിനും ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉള്ള സെല്ലാണ് ഈ സ്കെയർ ക്രോ മ്യൂട്ടൻ്റെ സമയത്ത് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ബേസിസിൽ നമ്മൾ ഈ രണ്ട് ജീൻ്റെയും ഫങ്ഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കെയർ ക്രോ മ്യൂട്ടൻ എന്ന് പറഞ്ഞാൽ ഈ സെൽസിൻ്റെ ഡിഫറൻസിയേഷനും അതിൻ്റെ ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ അസിമെട്രിക് ഡിവിഷനിൽ മാത്രമേ ഇൻവോൾവ് ആയിട്ടുള്ളൂ. അപ്പോൾ സ്കെയർ ക്രോ മ്യൂട്ടൻ എന്നുള്ളത് ഈ എൻഡോഡെർമിസ് അല്ലെങ്കിൽ കോർട്ടിക്കൽ റീജിയൻ ഫോം ചെയ്യുന്ന ആ ഇനീഷ്യൽസിൽ അസിമെട്രിക് ആയിട്ടുള്ള ഡിവിഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള ജീനാണ്. വേറെ ഷോർട്ട് റൂട്ട് എന്ന് പറഞ്ഞാൽ ഇവർ എൻഡോഡെർമൽ ഡിഫറൻസിയേഷനും ഇൻവോൾവ് ആണ് ആൻഡ് അസിമെട്രിക് ഡിവിഷനിൽ ഇൻവോൾവ് ആണ്. അതുകൊണ്ടാണ് ഷോർട്ട് റൂട്ട് മ്യൂട്ടേഷൻ നടന്നപ്പോഴത്തേക്കും അവിടെ എൻഡോഡെർമിസ് ഫോം ചെയ്യാത്തത്. അപ്പോൾ ഷോർട്ട് റൂട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ബോത്ത് എൻഡോഡെർമൽ സെൽസിൻ്റെ ഡിഫറൻസിയേഷനും ഉണ്ട്, അസിമെട്രിക് ഡിവിഷനും ഇൻവോൾവ് ആണ്. വേറെ സ്കെയർ ക്രോ എന്ന് പറഞ്ഞാൽ അസിമെട്രിക് ഡിവിഷനിൽ മാത്രമേ ഇൻവോൾവ് ആയിട്ടുള്ളൂ. ഇനി വേറൊരു ഗ്രൂപ്പ് ഓഫ് ജീൻസാണ് ഈ എൻഡോഡെർമൽ കോർട്ടെക്സ് ഇനീഷ്യലിൽ ആക്ട് ചെയ്യുന്നത്, പിനോക്കിയോ. ഇനി പിനോക്കിയോ മ്യൂട്ടൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണെങ്കിൽ ഇവിടെ എൻഡോഡെർമിസ് ഫോം ചെയ്യും, പക്ഷേ കോർട്ടെക്സ് ആബ്സെൻ്റ് ആയിരിക്കും. സ്കെയർ ക്രോയിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പിനോക്കിയോ എന്ന് പറയുന്നത്. പിനോക്കിയോ മ്യൂട്ടൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സിൽ എൻഡോഡെർമിസ് ഫോം ചെയ്യും, ബട്ട് കോർട്ടെക്സ് ആബ്സെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ കോർട്ടെക്സ് മിസ്സിങ് ആയിരിക്കും. ആൻഡ് സെൽ സിഗ്നലിംഗ് അല്ലെങ്കിൽ സെൽ ഇൻട്രാക്ഷൻസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇവരുടെ റൂട്ട് ഡെവലപ്മെൻറ്റിൽ എന്ന് പറഞ്ഞു. അത് കൺഫേം ചെയ്യുന്ന ഒരു മ്യൂട്ടൻ്റാണ് ഫാസ് മ്യൂട്ടൻ്റ്. അപ്പോൾ ഫോർത്ത് ഗ്രൂപ്പ് ഓഫ് ജീൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫാസ് മ്യൂട്ടൻസ് ആണ്. അപ്പോൾ ഈ പർട്ടിക്കുലർ ജീൻ മ്യൂട്ടൻ്റ് ആണെങ്കിൽ ആ റൂട്ട്സ് യൂഷ്വലി ഫാറ്റ് ആയിരിക്കും, അതായത് ആവശ്യത്തിലധികം സെൽ ലെയേഴ്സ് ആ റൂട്ടിൽ പ്രസൻ്റ് ആയിരിക്കും. അപ്പോൾ ഫാസ് മ്യൂട്ടൻ എന്ന് പറഞ്ഞാൽ ഹാവ് ഫാറ്റ് റൂട്ട്. ആൻഡ്
നോർമലി കാണപ്പെടുന്ന സെൽ ലെയറിലെയും കാട്ടി അധികം സെൽ ലെയേഴ്സ് ഈ ഫാസ്റ്റ് മ്യൂട്ടൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെ റൂട്ടിൽ നമുക്ക് കാണാൻ പറ്റും. ഇനി ഈ മ്യൂട്ടേഷൻസ് കമ്പൈൻ ചെയ്ത് വരുവാണ്, അതായത് ഫാസ്റ്റ് പ്ലസ് കെയർ ക്രോ മ്യൂട്ടൻ ഒരു പ്ലാന്റിൽ ഒന്നിച്ചു വരുവാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, നമുക്കറിയാം സ്കെയർ ക്രോ മ്യൂട്ടേഷൻ നടക്കുവാണെങ്കിൽ അവിടെ ഒരു സിംഗിൾ ലെയർ ഓഫ് സെൽസേ ഫോം ചെയ്യുള്ളൂ. ആൻഡ് അതിൻ്റെ ക്യാരക്ടർ എടുക്കുവാണെങ്കിൽ എൻഡോഡെർമിസിനും കോർട്ടെക്സിനും ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ക്യാരക്ടറുള്ള സെൽസാണ് ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആൻഡ് ഫാസ്റ്റ് മ്യൂട്ടൻ്റ് എടുക്കുവാണെങ്കിൽ അവിടെ എന്തായിരിക്കും, റൂട്ടിൽ എക്സ്ട്രാ സെൽ ലെയേഴ്സ് പ്രസൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ റൂട്ട് ഈ എക്സ്ട്രാ സെൽ ലെയേഴ്സിൻ്റെ പ്രസൻസ് കാരണം ഫാറ്റായി മാറും. അപ്പോൾ ഈ ഫാസ്റ്റ് മ്യൂട്ടൻറ്റും സ്കെയർ ക്രോ മ്യൂട്ടൻറ്റും കൂടെ കമ്പൈൻ ചെയ്ത് വരുവാണെങ്കിൽ അവിടെ നമുക്ക് നോർമലായിട്ടുള്ള റൂട്ട് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെയുള്ള റൂട്ടിൽ ബോത്ത് എൻഡോഡെർമിസും കോർട്ടെക്സും പ്രസൻ്റ് ആയിരിക്കും. ബട്ട് ഫാസ്റ്റ് പ്ലസ് ഷോർട്ട് റൂട്ട് മ്യൂട്ടേഷൻസ് പ്രസൻ്റ് ആണെങ്കിൽ, നമ്മൾ പറഞ്ഞു ഷോർട്ട് റൂട്ടിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ എൻഡോഡെർമിസ് ഡിഫറൻസിയേഷനും ഹെൽപ്പ് ചെയ്യും, അസിമെട്രിക് ഡിവിഷനും ഹെൽപ്പ് ചെയ്യും എന്ന് പറഞ്ഞു. ഇനി ഫാസ്റ്റും ഷോർട്ട് റൂട്ടും കൂടെ കമ്പൈൻ ചെയ്ത് വരുവാണെങ്കിൽ അവിടെ എൻഡോഡെർമിസ് ആബ്സെൻ്റ് ആയിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഷോർട്ട് റൂട്ട് എൻഡോഡെർമൽ ഡിഫറൻസിയേഷനിൽ ഒരു ഇമ്പോർട്ടൻറ്റ് റോള് പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കമ്പൈൻ ചെയ്ത് വരുവാണെങ്കിൽ, ഫാസ്റ്റ് പ്ലസ് ഷോർട്ട് റൂട്ട് കമ്പൈൻ ചെയ്ത് വരുവാണെങ്കിൽ അവിടെ എന്നാലും എൻഡോഡെർമിസ് ലാക്കിംഗ് ആയിരിക്കും. പക്ഷേ ഫാസ്റ്റ് പ്ലസ് കെയർ ക്രോ കമ്പൈൻ ചെയ്ത് വരുവാണെങ്കിൽ നമുക്ക് നോർമൽ എൻഡോഡെർമിസും കോർട്ടെക്സും ഉള്ള സെൽസ് അവിടെ കിട്ടും. അപ്പോൾ ഈ ഒരു സ്കെയർ ക്രോയിൻ്റെ ഷോർട്ട് റൂട്ടിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡോഡെർമൽ സെൽസിന് ഐഡൻറ്റിറ്റി അത് കൺട്രോൾ ചെയ്യിക്കുക, അല്ലെങ്കിൽ എൻഡോഡെർമൽ സെൽസിൻ്റെ ഡിഫറൻസിയേഷനെ കൺട്രോൾ ചെയ്യിക്കലാണ് ഈ ഒരു ഷോർട്ട് റൂട്ടിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഈ എൻഡോഡെർമൽ സെൽസിന് ഐഡൻറ്റിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് മോളിക്കുലർ പാത്വേൻ്റെ ഫലമായിട്ടാണ്. ഈ എൻഡോഡെർമിസിലുള്ള സെൽസിൻ്റെ ഐഡൻറ്റിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് മോളിക്കുലർ പാത്വേ വഴിയാണ്. ആൻഡ് ആ മോളിക്കുലർ പാത്വേനെയാണ് ഈ ഷോർട്ട് റൂട്ടിൻ്റെ മ്യൂട്ടേഷൻ കാരണം അവിടെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാത്തത്. അപ്പോൾ ഇത്രയുമാണ് റൂട്ട് അപ്പിക്കൽ മെരിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ. എന്താണ്, റൂട്ടിൽ എന്തൊക്കെ ടൈപ്പ് ഓഫ് സെൽസ് അല്ലെങ്കിൽ സോൺസ് ഉണ്ട്, ആൻഡ് എന്തൊക്കെ ജീൻസാണ് റൂട്ട് അപ്പിക്കൽ മെരിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ പോർഷനിലുള്ളത്. താങ്ക് യു.